ദൈവനാമത്തിന് മഹത്വം. ഡോക്ടർ ജെ ഓട്ടിസ് യോഡറിൻ്റെ പ്രത്യാശയുടെ ദൂതന്മാർ എന്ന പോഡ്കാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സന്ദേശം നിങ്ങൾക്കായി പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് പാസ്റ്റർ ജെയ്സൺ തോമസ് ആണ്. ഈ രണ്ടാമത്തെ സന്ദേശത്തിൻ്റെ പേര് ദൈവത്തിന് മക്കൾ എന്നുള്ളതാണ്. പ്രിയരെ, ദൈവം തൻ്റെ ജ്ഞാനത്തിൽ ആദ്യ മനുഷ്യരായ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. പിന്നെ അവൻ അവരോട് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറയ്ക്കുവാൻ കൽപ്പിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആദാമും ഹവ്വയും മക്കളെ പ്രസവിക്കുമെന്നും അഥവാ അവർക്ക് മക്കൾ ജനിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വയം പുനരുൽപാദനം ചെയ്യുക എന്നതാണ്. മനുഷ്യ മാതാപിതാക്കൾ ഒരിക്കലും മനുഷ്യ കുട്ടികളെ അല്ലാതെ മറ്റൊരു സൃഷ്ടിയെയും പ്രസവിച്ചിട്ടില്ല. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെറിയ വിജാതീയരെ ജനിപ്പിക്കുക എന്നതാണ്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം അവൻ്റെ ദിശയിൽ വിശ്വാസത്തിൻ്റെ ഒരു ചുവടുവെപ്പ് നടത്തുന്നത് വരെ നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞവരാണെന്ന് നാം മനസ്സിലാക്കണം. ആത്മീയമായി ജനിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്പർശിക്കപ്പെടേണ്ട ഒരു പങ്ക് നമ്മിൽ ഓരോരുത്തരുമുണ്ട്. നമ്മെ ദൈവത്തിന് മക്കളാകുന്നതിൽ മഹത്തായ ഒരു പങ്ക് ലോഗോസിനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവൻ അത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. പ്രിയരെ, ഈ ചുരുക്കം ചില വാക്യങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ കഴിയുന്ന നിരവധിയായ ദൈവിക പ്രവൃത്തികൾ വിവരിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആദ്യത്തെ പ്രവൃത്തി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ആ കാര്യം. അവൻ തൻ്റെ ദൂതനിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി. ദൈവം ഒരു ദൂതനെ അയച്ചു. അവൻ്റെ പേര് യോഹന്നാൻ. വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാനായി അവൻ വന്നു. അതെ, സാക്ഷ്യം വഹിക്കുവാൻ, വെളിച്ചത്തെ ചൂണ്ടിക്കാണിക്കുവാൻ, വെളിച്ചം കാണാൻ ആളുകളെ സഹായിപ്പാൻ, വെളിച്ചം ആരാണെന്നവരെ പഠിപ്പിക്കുവാൻ. കാരണം എല്ലാ മനുഷ്യരും വിശ്വസിക്കേണ്ടതിന് എന്നതായിരുന്നല്ലോ സന്ദേശം. ശ്രദ്ധിക്കുക, അവൻ എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, അത് വളരെ വ്യക്തമായി പറഞ്ഞു. വെളിച്ചം ആരാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് അവനെ അയച്ചത്. വെളിച്ചത്തിൻ്റെ സ്ഥാനത്ത് ആർക്കും വരുവാൻ കഴിയില്ലെന്ന് ദയാപൂർവം, ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കണം. വെളിച്ചം ആരാണെന്നും വെളിച്ചം എവിടെ കണ്ടെത്താമെന്നും പറയാനായിരുന്നു അവൻ വന്നത്. തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ അവനിലൂടെ എല്ലാവരും വിശ്വസിക്കേണ്ടതിന്, എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തുക എന്ന തൻ്റെ ഉദ്ദേശം ദൈവം നടപ്പിൽ വരുത്തുകയായിരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറ്റൊരു വിധത്തിൽ കാണുവാൻ കഴിയും. തുടർന്ന് രണ്ടാമത്തെ പ്രവൃത്തി, അവൻ എല്ലാവരെയും സ്വാധീനിച്ചു എന്നുള്ളതാണത്. അവൻ തൻ്റെ ദൗത്യത്തിൽ എല്ലാവരെയും സ്വാധീനിച്ചു. വെളിച്ചമായ അവനെ, യേശുവിനെ എല്ലാവരെയും പ്രകാശിപ്പിക്കുവാൻ അയച്ചു. യോഹന്നാൻ സാക്ഷ്യം വഹിച്ച യഥാർത്ഥമായ വെളിച്ചമായിരുന്നു അത്. ലോകത്തിലേക്ക് വരുന്ന എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ അസ്തിത്വത്തിൽ വെളിച്ചത്തിന് ഒരു തരം പ്രതികരണം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം.
ദൈവം നിങ്ങൾക്ക് ഒരുതരം വെളിച്ചം നൽകിയിട്ടുണ്ട്. യഥാർത്ഥ വെളിച്ചമായ യേശു ലോകത്തിലായിരുന്നു. അവൻ വെളിച്ചമായി ഇവിടെ വന്നു. എന്നിട്ടും അവൻ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടികൾ അവനെ സ്വീകരിച്ചില്ല. അവൻ്റെ സ്വന്തം ജനം അവനെ സ്വീകരിച്ചില്ല. എന്നിട്ടും വെളിച്ചമായി അവിടുത്തെ വരവ് എല്ലാവരെയും സ്വാധീനിച്ചു. ഇതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രിയരെ. കാരണം ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണത്. ഇതിനർത്ഥം എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ അതിലുപരി എല്ലാവരും വെളിച്ചത്താൽ സ്വാധീനിക്കപ്പെടുന്നു. ആ വെളിച്ചത്തോട് പ്രതികരിക്കുവാനുള്ള ഒരു കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. അവൻ്റെ സ്വാധീനത്താൽ നിങ്ങളും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് പ്രിയനെ. കാരണം ഈ വെളിച്ചത്തോട് പ്രതികരിപ്പാൻ കഴിയുന്ന തരത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം നിങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ ഇവിടെ വ്യക്തമായി പറയുന്നു, വെളിച്ചം ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ അവൻ എല്ലാവരെയും സ്വാധീനിച്ചു. മൂന്നാമത്തെ പ്രവൃത്തി, അവൻ ചിലരെ പ്രാപ്തരാക്കുന്നു. അവൻ തൻ്റെ ശുശ്രൂഷയിലൂടെ ചിലരെ പ്രാപ്തരാക്കുന്നു. ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്നു. എല്ലാവരും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചിലർ മാത്രമേ വെളിച്ചത്തിലേക്ക് വരുന്നുള്ളൂ. അവൻ തൻ്റെ ശുശ്രൂഷയിലൂടെ ചിലരെ പ്രാപ്തരാക്കുന്നു. പ്രിയരെ, ആരാണ് ആ ചിലർ? അവിടുത്തെ സ്വീകരിക്കുന്നവർ. എന്നാൽ അവനെ സ്വീകരിക്കുന്നവർക്ക് അവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ദൈവത്തിൻ്റെ മക്കൾ, അടിസ്ഥാന വഴിത്തിരിവ് അവിടെയാണ്. അവിടുത്തെ സ്വീകരിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് ദൈവമക്കളാകുവാൻ പ്രാപ്തി നൽകുന്നു, കഴിവ് നൽകുന്നു. അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ആ രൂപാന്തരത്തിന് ശേഷം നിങ്ങൾ ദൈവമക്കളാകുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. രക്തത്തിൻ്റെയോ മാംസത്തിൻ്റെയോ മനുഷ്യൻ്റെ ഇഷ്ടത്തിൻ്റെയോ സാധാരണ പ്രക്രിയയിൽ അല്ല, മറിച്ച് ദൈവത്തിൽ നിന്നത്രേ നിങ്ങൾ ജനിക്കുന്നത്. ദൈവം ആദ്യ കുടുംബത്തിലെ വ്യക്തികളെ സൃഷ്ടിച്ചപ്പോൾ അവൻ അവരോട് സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയെ നിറയ്ക്കുവാൻ കൽപ്പിച്ചുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർക്ക് സ്വയം ജനിക്കുവാനും പുനരുൽപാദനം ചെയ്യുവാനും മാത്രമേ കഴിയത്തുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് മറ്റൊരു ജന്മം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കണം. എന്നാൽ ഇത് അവനെ സ്വീകരിക്കുന്ന ചിലർക്ക് മാത്രമേ സാധ്യമാകൂ. ലോഗോസിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവമക്കളാകൂ. നിങ്ങൾ അവനെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവമക്കളാകുവാൻ കഴിയും. ഞാനത് വീണ്ടും വിശദീകരിക്കാം. യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നതിനാൽ അവൻ നിങ്ങൾക്ക് ദൈവമക്കളാകുവാനുള്ള ശക്തി നൽകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ലോഗോസിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവയാണ്. അവൻ എല്ലാ മനുഷ്യരെയും സാധ്യതയുള്ള വിശ്വാസത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ആ കാര്യം. ദൈവത്തിലേക്ക് വരാനുള്ള കഴിവോടെ മനുഷ്യനെ സൃഷ്ടിച്ചതിനാൽ അവൻ എല്ലാവരെയും സ്വാധീനിക്കുന്നു. അവനിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരെ അവൻ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ സ്നേഹിത, വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലാക്കലിൻ്റെയും അനുഭവത്തിൻ്റെയും വലിയ മാതൃകൾ തുറക്കുമെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ നിങ്ങൾ അവനിലുള്ള വിശ്വാസത്തിൻ്റെ ആ പടി സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി സ്തോത്രം. കേട്ട എല്ലാവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.